ഹലോ ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റ് ലവേഴ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഒരു ക്വിക്ക് റിവ്യൂ, അതോടൊപ്പം നാളത്തേക്കുള്ള നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ ടെക്നിക്കൽ വ്യൂ ആൻഡ് കുറച്ച് നല്ല ഇൻട്രാഡേ സ്റ്റോക്സും. നിഫ്റ്റി ക്ലോസ് ചെയ്ത് 14,359 258 പോയിൻറ്റ്സിൻ്റെ ലോസോട് കൂടിയിട്ട്. സെൻസെക്സ് ക്ലോസ് ചെയ്ത് 47,949 882 പോയിൻറ്റ്സിൻ്റെ ലോസോട് കൂടിയിട്ട്. നിഫ്റ്റി ബാങ്ക് ക്ലോസ് ചെയ്ത് 31,208 769 പോയിൻറ്റ്സിൻ്റെ ലോസോട് കൂടിയിട്ട്. നിഫ്റ്റിയുടെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ക്ലോസിംഗ് വാസ് 14,617 ആൻഡ് ഇന്നത്തെ ഓപ്പണിംഗ് 14,306. ഒരു മാസീവ് ഗ്യാപ്പ് ഡൗൺ ആയിരുന്നു. ആൻഡ് ഡേ ഹൈ വെന്റ് ജസ്റ്റ് 14,382. ഡേ ലോ വാസ് 14,191 ആൻഡ് 258 പോയിൻറ്റ്സിൻ്റെ ലോസോട് കൂടിയിട്ട് 14,359 ഇന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇന്ന് ഒരു പോസിറ്റീവ് സെറ്റപ്പ് കാണാൻ കഴിഞ്ഞ കുറച്ച് സ്റ്റോക്സുകൾ നോക്കുകയാണെങ്കിൽ ഇൻഫോസിസ്, ബ്രിട്ടാനിയ, ഡോക്ടർ റെഡ്ഡി, വിപ്രോ, സിപ്ല ആൻഡ് ഡ്രാഗ് ചെയ്യിച്ച സ്റ്റോക്സുകൾ HDFC, റിലയൻസ്, ബജാജ് ഫിനാൻസ്, HDFC ബാങ്ക്, അദാനി പോർട്ട്, അങ്ങനെ ഒത്തിരി സ്റ്റോക്സുകളുണ്ട്. ആൻഡ് ഇന്ന് നിഫ്റ്റിയിൽ ഫോം ചെയ്തിട്ടുള്ളത് ഡെഫിനറ്റ്ലി ഒരു ബെയറിഷ് ക്യാൻഡിലാകുന്നു. ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ക്ലോസിംഗ് വാസ് 31,977 ആൻഡ് ഇന്നത്തെ ഓപ്പണിംഗ് വന്ന് 30,993. സെയിം ലൈക്ക് നിഫ്റ്റി ഓൺലി. നല്ലൊരു ഗ്യാപ്പ് ഡൗണോട് കൂടിയിട്ടാണ് ഓപ്പണിംഗ് ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെ ഉണ്ടായിട്ടുള്ളത്. ഡേ ഹൈ വെന്റ് അപ് ടു 31,304. ഡേ ലോ വാസ് 30,405 ആൻഡ് 769 പോയിൻറ്റ്സിൻ്റെ ലോസോട് കൂടിയിട്ട് 31,208 ഇന്ന് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. ദർ ഈസ് നോ ഗ്രീൻ ക്ലോസിങ് ബാങ്ക് നിഫ്റ്റിയിലൊന്നും കാണാൻ കഴിയുന്നില്ല. എല്ലാ സ്റ്റോക്കുകളും റെഡിൽ തന്നെയാണ് ഇന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളത്. എന്താ പറയുക, HDFC ബാങ്കിൻ്റെ നല്ലൊരു റിസൾട്ട് അനൗൺസ്മെൻറ്റ് ഉണ്ടായിട്ട് പോലും. ഇന്ത്യാവിക്സ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യാവിക്സ് മൂവ്ഡ് അപ്പ് ബൈ 10.22%, അതായത് 20.40 നിന്ന് 22.48 ലെവൽസിലേക്ക്. നിഫ്റ്റിയുടെ ഒരു മെയിൻ സപ്പോർട്ട് സോണായിട്ട് കാണാൻ കഴിയുന്നത് 14,250 തന്നെയാണ്. ഇഫ് ഇറ്റ് ബ്രേക്സ് പിന്നൊരു നെക്സ്റ്റ് ലെവലായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത് 13,960 ആ ഒരു ലെവലാണ്. ഓക്കെ, ഡെഫിനറ്റ്ലി 14,000 അവിടെ നല്ലൊരു സപ്പോർട്ടായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ബട്ട് അടുത്തൊരു 2-3 ട്രേഡിംഗ് സെഷൻസ് ഇഫ് നിഫ്റ്റി ഡിഡ് നോട്ട് ക്ലോസ് അബോവ് 14,350. ഓക്കെ, സോ നമുക്ക് ആ ഒരു ഏരിയയിലേക്ക് ഉറ്റുനോക്കേണ്ടതായിട്ട് വരും. സോ കെയർഫുൾ ഗൈസ്. ഓപ്ഷൻ ഫ്രണ്ടിൽ മാക്സിമം പുട്ടിൻ്റെ ഓപ്പണിംഗ് ഇൻട്രസ്റ്റ് ഏറ്റവും കൂടുതൽ 14,000 സെക്കൻഡ് 13,500. അതേസമയം കോളിൻ്റെ ഓപ്പണിംഗ് ഇൻട്രസ്റ്റ് ഏറ്റവും കൂടുതൽ 15,000 സെക്കൻഡ് ഹൈസ്റ്റ് 14,500. കോൾ റേറ്റിംഗ് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് 14,700 ആൻഡ് സെക്കൻഡ് ഹൈസ്റ്റ് 14,600. പുട്ട് റേറ്റിംഗ് ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത് 14,200 സെക്കൻഡ് ഹൈസ്റ്റ് 13,900 സ്ട്രൈക്കിലുമാകുന്നു. ഓപ്ഷൻ ഡാറ്റ പ്രകാരം ഒരു ഇൻഡിക്കേഷൻ തരുന്ന നിഫ്റ്റിയുടെ ഒരു ട്രേഡിംഗ് റേഞ്ച് 14,000 to 14,700 ആ ഒരു ലെവൽസാണ്. നെക്സ്റ്റ് ഈസ് ബാങ്ക് നിഫ്റ്റി. ഇറ്റ് ഷുഡ് ഹോൾഡ് അബൌവ് 31,250. എന്നാൽ മാത്രമാണ് റെസിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു 31,500, സെക്കൻഡ് 32,000 ആ ഒരു ഏരിയയിലേക്ക് നമുക്ക് മൂവ് ചെയ്യാനാകുകയുള്ളൂ. ആൻഡ് 31,000 ഫസ്റ്റ് സപ്പോർട്ട് പ്ലേസ് ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് ഈസ് 30,500 ലെവലും. ഇന്നത്തെ സ്റ്റോക്കുകളിൽ കുറച്ച് ബുള്ളിഷ് കാണാൻ കഴിഞ്ഞത് അപ്പോളോ ഹോസ്പിറ്റൽസ്, SRF, അരവിന്ദ ഫാർമ, ഡോക്ടർ റെഡ്ഡീസ് ലാബ്, ലൂപ്പിൻ, ബ്രിട്ടാനിയ, ഗ്ലെൻമാർക്ക് ഫാർമ, വിപ്രോ ആൻഡ് സിപ്ല. വീക്ക്നെസ് അതേസമയം RBLലും DLFലും PNBയിലും ബാങ്ക് ഓഫ് ബറോഡയിലും ആൻഡ് പവർ ഗ്രിഡ്, PVR, ഹീറോ മോട്ടോകോപ്പ്, ഇന്റർഗ്ലോബ് ഏവിയേഷൻ, അങ്ങനെ ഒത്തിരി സ്റ്റോക്കുകൾ, ഇന്ദ്രപ്രസ്ഥ ഗ്യാസ്, LNT, കൊട്ടക് മഹീന്ദ്ര, അങ്ങനെ ഒത്തിരി സ്റ്റോക്സുകൾ ഇന്ന് റെഡിൽ തന്നെയാണ്. ഇന്നൊരു റെഡ് CNE ആയിരുന്നു നിഫ്റ്റിനെ സംബന്ധിച്ച്. ഡെഫിനറ്റ്ലി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്നതൊക്കെ തന്നെയാണ് ഏകദേശം. ഓക്കെ, ഇനിയും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. സോ ലെറ്റ്സ് സീ FIs ആൻഡ് DIs ഡാറ്റ. FIസിൻ്റെ ഭാഗത്തു നിന്ന് 1,633 crores ഒരു സെൽ ഓഫാണ് നടന്നിട്ടുള്ളത്. അതേസമയം DIസിൻ്റെ ഭാഗത്തു നിന്ന് 2,355 crores ഒരു ബൈങ്.
ആൻഡ് തിയറി ഓഫ് മാക്സ് പെയിൻ അറ്റ് 14,500 ലെവലാണ്. ഫ്രണ്ട്സ്, ഇനി നാളത്തേക്ക് ട്രേഡ് എടുക്കാൻ പറ്റിയ കുറച്ച് നല്ല സ്റ്റോക്സുകൾ. ഫസ്റ്റ് വൺ ACC, സ്നോമാൻ ലോജിസ്റ്റിക്സ്, അമർജ്യോതി സ്പിന്നിംഗ് മിൽസ്, റിലയൻസ്, HDFC ബാങ്ക്, ആക്സിസ് ബാങ്ക്, വോൾട്ടാസ്, Pfizer, ഡോക്ടർ റെഡ്ഡി, ലൂപ്പിൻ, ലാൽപത് ലാബ്. ഫ്രണ്ട്സ്, ഈ പറഞ്ഞ സ്റ്റോക്കുകളെല്ലാം ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വളരെ നല്ല മൂവ്മെൻറ്റ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അഗെയിൻ ഐ ആം ടെല്ലിങ് യു ഗായ്സ്, അതായത് ഇൻഡെക്സിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് മാത്രം ഓക്കെ സ്റ്റോക്കിൽ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. സം സ്റ്റോക്സ് അത് ഇൻഡെക്സിന് ഓപ്പോസിറ്റ് ആയിരിക്കും പോവുക. ഓക്കെ, ലൈക്ക് ഡോക്ടർ റെഡ്ഡി. ഓക്കെ, അതേസമയം റിലയൻസ് ആണെങ്കിൽ ഇൻഡെക്സിൻ്റെ ഡയറക്ഷൻ അനുസരിച്ചിട്ടായിരിക്കും പോവുക. ഓക്കെ, സോ അത് കുറച്ച് നേരം വാച്ച് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ സ്റ്റോക്കിലേക്ക് എൻ്റർ ആവുക. ആൻഡ് ദർ ഈസ് വൺ മോർ സ്റ്റോക്ക്, കൊട്ടക് ബാങ്ക് ആൻഡ് ബജാജ് ഫിനാൻസ്. ഇത് രണ്ടും കൂടി നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തോളൂ. ഡെഫിനറ്റ്ലി യു ക്യാൻ മേക്ക് മണി. ഓക്കെ, ഷോർട്ട് പോവുകയാണെങ്കിൽ ഷോർട്ട് ചെയ്യുക, അത്രമാത്രം. ഓക്കെ, അതർവൈസ് യു ബൈ ഇറ്റ്. ആൻഡ് ഡെഫിനറ്റ്ലി മാർക്കറ്റ് ഇന്ന് DISൻ്റെ ഭാഗത്തു നിന്ന് നല്ലൊരു ബൈങ് നടന്നിട്ടുണ്ട്. സോ കണ്ടീഷൻ വി ഡോണ്ട് നോ ആക്ച്വലി. യൂറോപ്യൻ മാർക്കറ്റും ഏഷ്യൻ മാർക്കറ്റും ആക്ച്വലി മിക്സ്ഡ് ഒരു പരുവത്തിലാണ്. ബട്ട് എന്താ പറയുക, പെർസെൻറ്റേജ് വൈസ് നോക്കുകയാണെങ്കിൽ മോർ ഒരു ബെയറിഷ് സൈഡിലേക്ക് തന്നെയാണ് കാണപ്പെടുന്നത് മാർക്കറ്റ്സ്. ആൻഡ് US മാർക്കറ്റ് ഓൾസോ സ്റ്റിൽ ട്രേഡിങ് കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. SGX നിഫ്റ്റി ആൾസോ ഇറ്റ്സ് ഇൻ റെഡ് മോഡ്. എനിവേ, നമുക്കിപ്പോൾ ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നാളെ കാലത്ത് മാർക്കറ്റ് പ്രീ ഓപ്പണിംഗ് എങ്ങനെ ഇരിക്കും അതനുസരിച്ചിട്ട് ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. And this is all my personal view, guys. My view may get wrong. Don't just follow it blindly. Okay, do your own study or consult a financial advisor before you enter the market or any positions. And don't forget to subscribe my channel. Hit the like button. Share it. Money in the ting ting. Happy trading. Take care. Good night.